വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹോങ്കോങ്ങിലേക്കുള്ള പ്രീ അറൈവൽ രജിസ്ട്രേഷൻ അഥവാ ഹോങ്കോങ് പ്രീ അറൈവൽ PAR ഹോങ്കോങ് ഹോങ്കോങ് അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോർ ഇന്ത്യൻ നാഷണൽസ്. അതായത് ഇന്ത്യൻ നാഷണൽസിന് വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വിസ 14 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് ഹോങ്കോങ് പോയി കാണാനായിട്ട് വിസിറ്റിംഗ് വിസയാണത്. ജസ്റ്റ് സന്ദർശന വിസ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിസയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഹോങ്കോങ് റിലേറ്റഡ് നേഴ്സസിൻ്റെയും ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് കുറേ വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവരുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഹോങ്കോങ്ങിലേക്ക് നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ. അപ്പം ഞാൻ ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ തരാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി ഇത് നമുക്ക് തന്നെ, അതായത് ഇപ്പോൾ നമുക്ക് ഹോങ്കോങ് വിസിറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സൈറ്റ് പോവുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൽ ഈ ഒരു സൈറ്റാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോർ ഇന്ത്യൻ നാഷണൽസിനാണ്. ഇന്ത്യൻ നാഷണൽസിന് ₹1 പോലും പേയ്മെൻ്റ് ഇല്ലാതെ, 0 പേയ്മെൻറ്റോടുകൂടി തന്നെ വിസയ്ക്ക് ₹1 പോലും ചിലവാക്കാതെ നമുക്ക് ഹോങ്കോങ് വിസിറ്റ് ചെയ്യാനുള്ള വിസ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഈ ഗവൺമെൻറ് സൈറ്റിൽ തന്നെ അതിൻ്റെ ഡെമോ വീഡിയോ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഡെമോ വീഡിയോ കൂടി നോക്കാം. അപ്പോൾ എന്താണ് ഈ ഹോങ്കോങ്ങിൻ്റെ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോർ ഇന്ത്യൻ നാഷണൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഹോങ്കോങ്ങിലേക്കുള്ളതാണ്. ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രീ അറൈവൽ രജിസ്റ്റർ. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ടുള്ള ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹോങ്കോങ്ങിലേക്ക് പോകാനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട്, ഹോൾഡ് ആൻ ഇന്ത്യൻ പാസ്പോർട്ട് വാലിഡ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months, 6 മാസത്തെയെങ്കിലും വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് വന്നിട്ട് ജസ്റ്റ് വിസിറ്റിംഗ് പർപ്പസ് ആയിരിക്കണം. അതുപോലെ ഈ വിസിറ്റ് വന്നിട്ട് 14 ദിവസത്തിൽ കൂടാനും പാടില്ല. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഈ 2 കണ്ടീഷനോടും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു വിസ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന് ₹1 പോലും പേയ്മെൻറ്റ് ഇന്ത്യക്കാർക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ മൊബൈലോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് തനിയെ തന്നെ ഈ വിസ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഈ വിസ നമ്മുടെ കയ്യിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ നാഷണാലിറ്റി ആളുകൾക്ക് ഈ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ വിസ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടാതെ കുറച്ച് ആളുകൾക്ക് കൂടി ഈ ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ കിട്ടും. അത് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വന്നിട്ട് ഹോൾഡേഴ്സ് ഫോർ വാലിഡ് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ആൻഡ് ഒഫീഷ്യൽ പാസ്പോർട്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ പ്രൈം മിനിസ്റ്റർ, അങ്ങനെയുള്ള അതുപോലെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഇന്ത്യൻ ഒഫീഷ്യൽസിൻ്റെ പാസ്പോർട്ടൊക്കെ സ്പെഷ്യൽ പാസ്പോർട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പാസ്പോർട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് പറയുന്നത് ഹോൾഡേഴ്സ് ഓഫ് യുണൈറ്റഡ് നാഷണൽസ്, അതായത് ഇപ്പോൾ നമ്മുടെ യുണൈറ്റഡ് നാഷൻസിൻ്റെ ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും ഈ വിസ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ വിസ ഫ്രീ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ ഒരു കാറ്റഗറി വരുന്നത് ദോസ് ഹു സക്സസ്ഫുള്ളി എൻറോൾ ഫോർ
ഈ ചാനൽ സർവീസ് ഫോർ ഫ്രീക്വൻറ്റ് വിസിറ്റേഴ്സ്. ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരുന്ന ഈ ചാനൽ സർവീസിലൂടെ ഇടയ്ക്കിടയ്ക്ക് പോയി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ഒരു വിസ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള എലിജിബിലിറ്റീസ് അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മന്ത് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ടും അതുപോലെ 14 ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതുമാണ് കേട്ടോ. ഇനിയും ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു 16 വയസ്സിന് താഴെ, അതായത് കുട്ടികൾക്കാണ് നമ്മൾ ഇത് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ ഫാമിലീനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നത് പാരൻസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി വന്നിട്ട് അറൗണ്ട് നമുക്ക് 6 മന്താണ് നമ്മളുടെ ഈ ഒരു അറൈവൽ. നമ്മളിപ്പോൾ വൺസ് ഇന്നിപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 6 മന്താണ് ഈ ഒരു അറൈവൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണ്ടി വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഹോങ്കോങ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിനോടൊപ്പം ഈ ഒരു അറൈവൽ രജിസ്ട്രേഷൻ വിസ കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ എടുത്തിട്ടുണ്ട്, അത് രണ്ടും കൂടി വെച്ചാൽ വേണം നമുക്ക് ഇമിഗ്രേഷനിൽ ക്ലിയറൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് പോയിട്ട് ഹോങ്കോങ് വിസിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറൈവൽ രജിസ്ട്രേഷനെ കുറിച്ച് അവെയർ ആയിരിക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഇനി നമുക്ക് ഈ രജിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള എൻക്വയറിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അറൈവൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എൻക്വയറി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ എൻക്വയറി ഡീറ്റെയിൽസിനും കാര്യത്തിനും വേണ്ടിയിട്ട് ഈ ഒരു സൈറ്റ് പോയി വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹോങ്കോങ്ങിൻ്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മൊബൈൽ ആപ്പ് കൂടിയുണ്ട്. ആ മൊബൈൽ ആപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിൻ്റെ വാലിഡിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോങ്കോങ്ങിൻ്റെ ഒരു മൊബൈൽ ആപ്പ് കൂടിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുള്ളത് അറൈവൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എൻക്വയറി കൂടിയുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് കിട്ടും. ഈ സ്ലിപ്പ് പ്ലസ് പാസ്പോർട്ടാണ് നമ്മൾ ഇമിഗ്രേഷനിൽ കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഇതാണിതാ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ പോയി. ഈ ഇപ്പോൾ എയർ ക്രൂസും അതുപോലെ തന്നെ സീയിലുള്ള ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരും ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ വിസ വന്നിട്ട് ആ ഒരു ഏരിയയിലേക്ക് പോകേണ്ട ആൾക്കാർക്കും ഈ ഒരു വിസ വന്നിട്ട് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതും ഒന്ന് ഓർത്തോളൂ. പിന്നെ ഇവിടെ ഇതിൻ്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ വന്നിട്ട് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ നേരെ യൂട്യൂബിലോട്ട് പോവുകയും ഈ PAR വിസ നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള അതിൻ്റെ സ്റ്റെപ്സ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ടോപ്പിക്സ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അറൈവൽ രജിസ്ട്രേഷൻ ഫോർ ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനിതെല്ലാം നോക്കണമെന്നില്ല. പിന്നെ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ അറൈവൽ രജിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള അറിവൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഉണ്ട്. അതിൽ എസ്പെഷ്യലി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഫസ്റ്റ് വൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ
അത് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ ഇതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ വാലിഡിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ എൻക്വയറി ഫങ്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സ്ലിപ്പ് ഉണ്ടല്ലോ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ സ്ലിപ്പിനെ കുറിച്ച്, അതുപോലെ ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ്, അതുപോലെ വിസേൻ്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ എല്ലാം നമുക്ക് ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഗൈഡൻസ് നോട്ട് ഉണ്ട്, വിസിറ്റ് വിസ, എൻട്രി പെർമിറ്റ് റിക്വയർമെൻറ്റ്സ്. പിന്നെ ഈ ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ വിസ നമ്മൾ ജോബ് വിസ ആയിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ജോബ് എൻക്വയറിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹോങ്കോങ്ങിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പി അറൈവൽ രജിസ്ട്രേഷൻ വിസ എടുത്തിട്ട് നമുക്ക് ഹോങ്കോങ് പോയി എൻക്വയറി ചെയ്തിട്ട് വരണമെങ്കിൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ജോബ് വിസയ്ക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ വിസ ഇപ്പം നമ്മളുടെ ബിസിനസ് പർപ്പസിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പരമാവധി യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അവിടെ ഒരു ജോബ് വിസ കിട്ടിയിട്ടുള്ള ആൾക്കാർ, അതുപോലെ എൻട്രി വിസ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊന്നും ഈ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ വിസയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോങ്കോങ്ങിലേക്കുള്ള പ്രീ അറൈവൽ രജിസ്ട്രേഷൻ വിസയുടെ ഡീറ്റെയിൽസ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ അപ്ലൈ നൗ കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് തുറന്നു വരും. ഇപ്പോൾ ഇതിൽ നമുക്ക് 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഏത് നമുക്ക് ഈ ഹോങ്കോങ്ങിൻ്റെ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് സമയം വെയിറ്റ് ചെയ്താലാണ് ചിലപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെയും നെറ്റ്വർക്കിൻ്റെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് ഡിലേ വന്നാലും അത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് വൈ ആയിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിലേ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ലോഡ് ചെയ്ത് വന്നു കണ്ടോ. ഇപ്പോൾ ഇതിൽ നമുക്ക് നമ്മളിവിടെ ഈ ഈ പോളിസീസിൻ്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റും ആണ്. ഇത് നമ്മൾ വന്നിട്ട് ഡിക്ലറേഷൻ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണമെങ്കിൽ നോക്കാം. നേരത്തെ പറഞ്ഞ ഡീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് നമ്മളത് വായിച്ചു നോക്കുക. അതിനുശേഷം ഇവിടെ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ടിക്ക് ഇട്ട് കൊടുക്കുക. ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ ഞെക്കുക. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ അവർ നമ്മളടുത്ത് പറയുന്നത് അഡോബ് റീഡർ 7 or above വേണം, അല്ലെങ്കിൽ പ്രിൻ്ററും വേണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ജസ്റ്റ് ഒരു പേപ്പറാണ്. ആ ഒരു പേപ്പറിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഇത് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു A4 നമ്മൾ ഇതിലേക്ക് ഇത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്താലും മതി കേട്ടോ. ഒരു A4 പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്താലും മതി. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എഗെയിൻ വീണ്ടും നമ്മൾ ഈ ഗൈഡ് ലൈൻസ് കാര്യങ്ങളുണ്ട്, ഇത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡൻസ് നോട്ട്സ് അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അത് നമ്മളിത് വായിച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതും എഗെയിൻ നമ്മൾ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ആ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും നന്നായി വായിച്ചു നോക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഈ ഒരു ബോക്സിൽ വന്നിട്ട് നമ്മൾ വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക, കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഈ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ, സ്റ്റെപ്പ് 2 കൺഫേം ദ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ, ദെൻ സ്റ്റെപ്പ് 3 അക്നോളേജ് ദ റിസൾട്ട് ഓഫ് ദ രജിസ്ട്രേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ വന്നിട്ട് നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ഫുൾ നെയിം ഇംഗ്ലീഷിൽ, സർനെയിം ഇംഗ്ലീഷ്, ഗിവൺ നെയിം ഇൻ ഇംഗ്ലീഷ്, അത് രണ്ടും ഇവിടെ നമ്മൾ വന്ന് പാസ്പോർട്ടിലെ പോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ അങ്ങനെ നമുക്ക് ടിക്ക് മാർക്ക് എല്ലാം കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, നാഷണാലിറ്റി, ഇതെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ടിക്ക് മാർക്ക് ആവശ്യമുള്ളിടത്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യെസ് ഓർ നോ അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക. അതുപോലെ പാസ്പോർട്ട് റിലേറ്റഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂവും ഡേറ്റ് ഓഫ് എക്സ്പയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയയിൽ നമ്മുടെ പാസ്പോർട്ടിന് 6 മന്തെങ്കിലും വാലിഡിറ്റി വേണം എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വായിച്ചു നോക്കുക. അതായത് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ട്രാവലിംഗ് ഹിസ്റ്ററിനെ കുറിച്ചുള്ളതാണ്. ഉണ്ടെങ്കിൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, എന്നൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുള്ളതെന്ന് എഴുതുക. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിസിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മളിവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ ജോബ് റിലേറ്റഡ്, ഓക്യുപ്പേഷൻ റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടി വരിക. അതും ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് കമ്മിങ് വിസിറ്റ് അത് കൊടുക്കുക. പിന്നെ നമ്മൾ പാർട്ട് ജി അതേഴ്സ് ആണ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ട് എന്താ പറയുക, നോ എന്നുള്ള ആൻസർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചു നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാവണില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷിന് അത്രയും കണ്ട പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടൻറ്റ് എന്താണെന്ന് ഗൂഗിളിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലാവുകയും അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് രേഖപ്പെടുത്താനും പറ്റും. പിന്നെ നമ്മളുടെ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നെങ്കിൽ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്യാപ്ച ഉണ്ടല്ലോ, വാലിഡേഷൻ, ഈ ക്യാപ്ച ഇവിടെ വന്നിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു കൺഫേം ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ വളരെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ഹോങ്കോങ്ങിലേക്ക് പോകാനും അതുപോലെ ഞാൻ ഹോങ്കോങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നേഴ്സസിനും ഡോക്ടേഴ്സിനും ഒക്കെ അതർ നാഷണാലിറ്റീസിലുള്ള ആളുകൾക്ക് ജോബ് ഒരു ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോങ്കോങ്ങിൽ പോയി അതിനെക്കുറിച്ച് ഒന്ന് നന്നായിട്ട് അന്വേഷിച്ചിട്ട് പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിസ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോയി അവിടെ അന്വേഷിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ 2 രീതിയിലാണ്, ജസ്റ്റ് നമുക്കൊരു അറിവിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊരു വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ആരുടെ ആശ്രയത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ നേരിട്ട് നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഡെമോ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഡെമോ വീഡിയോ കൂടി നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്കിത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.